പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം സംസാരത്തിനിടയ്ക്ക് ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്: വിശുദ്ധ കുർബാനയ്ക്ക് വൈകിയെത്തിയാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ? കുർബാനയ്ക്ക് എത്രമാത്രം വൈകാനായിട്ട് സാധിക്കും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ കാണുവാനായിട്ട് പരിശ്രമിക്കുന്നത്. കത്തോലിക്ക സഭയിലെ ദിനങ്ങളെ തിരുനാൾ ദിനങ്ങളെന്നും സാധാരണ ദിനങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. തിരുസഭയുടെ കൽപ്പനകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. കൂടാതെ ലത്തീൻ കാനോൻ നിയമത്തിലെ 918 കാനോനും പൗരസ്ത്യ കാനോൻ നിയമത്തിലെ 713 കാനോനും ഇപ്രകാരം പറയുന്നുണ്ട്: ദിവ്യബലി മധ്യേ വിശ്വാസികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് ശക്തമായി ശുപാർശ ചെയ്യുന്നു. കൂടാതെ ന്യായമായ കാരണമുണ്ടെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ആരാധനക്രമമനുസരിച്ച് കുർബാനയിൽ പങ്കെടുക്കാതെ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനും കാനൂൻ നിയമം അനുവദിക്കുന്നുണ്ട്. വിശ്വാസികൾ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് തിരുസഭ കൽപ്പിക്കുന്നത് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലുമാണ്. അതിനാൽ തന്നെ ഇടദിവസങ്ങളിൽ ദിവ്യബലിക്ക് അല്പം വൈകിയെത്തിയാലും വിശ്വാസികൾക്ക് ശരിയായ അനുതാപത്തോടും ഒരുക്കത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതേസമയം തന്നെ കടമുള്ള ഞായറാഴ്ചകളിലും മറ്റു തിരുനാൾ ദിനങ്ങളിലും വിശ്വാസികൾ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം: ഞായറാഴ്ചയോ കടമുള്ള തിരുനാൾ ദിനങ്ങളിലോ ദിവ്യബലിക്ക് എത്താൻ വൈകുന്നത് തങ്ങളുടേതല്ലാത്ത ചില പ്രത്യേക കാരണങ്ങളാലോ സാഹചര്യങ്ങളാലോ ആണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും ശരിയായ ഒരുക്കത്തോടും അനുതാപത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഉദാഹരണത്തിന്, ദൂരസ്ഥലങ്ങളിൽ നിന്ന് ബസ്സിന് വരുന്നവർക്ക് ആ ബസ് എത്താൻ വൈകിയതിൻ്റെ പേരിലാണ് കുർബാനയ്ക്ക് എത്താൻ വൈകിയതെങ്കിൽ, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉള്ളവർക്ക് അവരെ ശുശ്രൂഷിച്ച് ഒരുക്കി വന്നപ്പോൾ സമയം വൈകിപ്പോയതാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുമക്കളുള്ളവർക്ക് അവരെ ഒരുക്കി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നപ്പോഴാണ് വൈകിപ്പോയതെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിലും കുർബാനയ്ക്ക് വൈകിയെത്തിയാൽ ശരിയായ ഒരുക്കത്തോടും അനുതാപത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഇതിനോട് ചേർത്ത് വരുന്ന മറ്റൊരു ചോദ്യമാണ്: കുർബാനയ്ക്ക് എത്രമാത്രം വൈകാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുർബാനയ്ക്ക് ഒരു വ്യക്തി നൽകുന്ന പ്രാധാന്യമനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം. മറ്റ് കൂദാശകളിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വ്യത്യസ്തമാക്കുന്നത്, മറ്റു കൂദാശകളിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാണ് സ്വീകരിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൃപയുടെ ദാതാവിനെയാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ അതിന് തക്കതായ ഒരുക്കവും വിശുദ്ധിയും അനുതാപവും അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് തിരുസഭ ആവശ്യപ്പെടുന്നത്. കുർബാനയ്ക്ക് എത്രമാത്രം താമസിക്കാം എന്ന ചോദ്യത്തിന് ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് വചന വായനയ്ക്കെങ്കിലും ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഇനി അതിലും വൈകിയെത്തുന്നവർ മറ്റൊരു ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി അതിന് സാധിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ശരിയായ അനുതാപത്തോടും ഒരുക്കത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ആ ബലിക്കു ശേഷം അല്പനേരം
ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾക്ക് പങ്കെടുക്കുവാൻ പറ്റാതിരുന്ന ആ കുർബാനയുടെ സമയം കുറച്ചു നേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു കടമ നിറവേറ്റുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വൈകിയെത്തിയത് തങ്ങളുടെ തന്നെ അലസതയും ന്യായമല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത്തരം വ്യക്തികൾ മറ്റൊരു ദിവ്യബലിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുക. പുതിയൊരു വിഷയവുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.